എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. സ്ത്രീ സുരക്ഷാ പദ്ധതി അതിന് അപേക്ഷ വെച്ച ആളുകൾ എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണണം. വളരെ പ്രാധാന്യമറിയിക്കുന്ന അറിയിപ്പാണ്. കൂടാതെ തന്നെ ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള ചില അറിയിപ്പുകളും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ ഫോളോ ചെയ്യാനും ശ്രദ്ധിക്കുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്, കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. ഈ പദ്ധതി പ്രകാരം 1000 രൂപയാണ് നമുക്ക് സാമ്പത്തിക സഹായമായിട്ട് മാസം തോറും ലഭിക്കുക. ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ച ഉടനെ തന്നെ വലിയ രീതിയിലുള്ള ആളുകൾ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിച്ചുകൊണ്ട് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ടും അപേക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഈ അപേക്ഷകളെല്ലാം തന്നെ ഇപ്പോൾ മടങ്ങി വരുന്ന ഒരു സാഹചര്യമാണ്. എല്ലാ അപേക്ഷകളും മടങ്ങി വരുന്നില്ല, പല അപേക്ഷകളും തിരിച്ചു വരുന്ന സാഹചര്യമാണ്. വളരെ പെട്ടെന്ന് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ച സമയത്ത് പല അപേക്ഷകളും കറക്റ്റായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടല്ല ഈ അപേക്ഷ വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, മറ്റ് പെൻഷൻ ആനുകൂല്യങ്ങളൊന്നും വാങ്ങാത്ത ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ വാങ്ങുന്ന ആളുകൾക്കൊന്നും ഇതിൽ അപേക്ഷ വയ്ക്കാൻ സാധിക്കില്ല. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും അപേക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആധാർ കാർഡ് വെച്ച് നമുക്ക് ഇതെല്ലാം കണ്ടെത്താൻ സാധിക്കും. ഗവൺമെൻറ്റിന് ആധാർ കാർഡ് പരിശോധിച്ചാണ് നമുക്ക് ഈ ഒരു ആനുകൂല്യം അനുവദിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ അപേക്ഷ വയ്ക്കുമ്പോൾ നമ്മുടെ പ്രായം തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ ആധാർ കാർഡ്, ഫോൺ നമ്പറുകൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് നമുക്ക് ഈ ഒരു സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കുക. പക്ഷേ ചില ആളുകൾക്ക് ഈ അഡ്രസ്സ് നൽകിയതിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ പൊരുത്തക്കേടുകൾ അല്ലെങ്കിൽ നമ്മുടെ ആധാറിലോ മറ്റ് ഡീറ്റെയിൽസിലോ ഉള്ള നമ്മുടെ ഐഡൻറ്റിറ്റി തെളിയിക്കുന്നതിന് വേണ്ടി പല ആളുകൾക്കും 1 and same സർട്ടിഫിക്കറ്റ് നൽകേണ്ട ഒരു സാഹചര്യം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ള ഈ ഒരു പദ്ധതിയിലേക്ക് കോമൺ സർവീസ് സെൻ്ററുകൾ മുഖേനയാണ് അവിടെ ഒന്ന് പരിശോധിക്കുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡിയൊക്കെ വെച്ച് ഒന്ന് പരിശോധിക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണെങ്കിൽ ഇത് മൊബൈൽ ഫോണിൽ നിന്നും പരിശോധിക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ പരിശോധിച്ച് ഇത് സ്റ്റാറ്റസ് പരിശോധിച്ച് കറക്റ്റാണോ എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് ഉറപ്പാക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, അല്ലെങ്കിൽ തുക കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം ക്ഷേമ പെൻഷൻ്റെ വിതരണമാണ്. ഈ ഒരു മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണ തുക കുറച്ച് താമസിക്കും എന്നുള്ള ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. നമുക്കറിയാം, ബഡ്ജറ്റിൽ തുക അനുവദിച്ചിട്ടുണ്ട് എന്ന് സംസ്ഥാന ധനകാര്യമന്ത്രി പറയുമ്പോൾ പോലും, ഒറ്റത്തവണയായിട്ട് തുക അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും തുക സാധാരണ രീതിയിൽ കടമെടുത്തുകൊണ്ടാണ് നമുക്ക് ലഭിക്കുക. ഇതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഫണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കൈവശമില്ല, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ വരുമാനത്തിൽ നിന്ന് എടുത്ത് ചിലവാക്കുന്നതല്ല. ഇത് മറ്റ് എന്തെങ്കിലും രീതിയിൽ പൊതു കടമെടുത്തുകൊണ്ട് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന ഒരു രീതിയാണ് നടക്കുന്നത്. മാത്രമല്ല, അടുത്ത നിയമസഭാ ഇലക്ഷനൊക്കെ വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം തുക വിതരണം ചെയ്യുമ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കോ അല്ലെങ്കിൽ ഫെബ്രുവരി മാസം ആദ്യത്തോടു കൂടിയോ, കാരണം 28 ദിവസം മാത്രമേ ഈ ഒരു ഫെബ്രുവരിയിലുള്ളൂ. അതുകൊണ്ട് ഈ ഒരു മാസം തുക വിതരണം ചെയ്യുന്ന സമയത്ത് കുറച്ച് താമസിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ പുറത്തു വരുന്ന അറിയിപ്പുകൾ. ഇത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷം ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.